ഫിലിം മേക്കിങ്ങിന് ഇറങ്ങുന്നവർക്ക് തോന്നുന്ന സെയിം സാധനമാണ് അസൂയ തോന്നുന്നു. അതേ സാധനം നമുക്ക് നമ്മൾ പറയും ഇത്ര സാധനം നമുക്ക് ഞാനായിരുന്നെങ്കിൽ വേറെ രീതിയിൽ ചെയ്യുമെന്ന് നമ്മൾ പറയും. സ്ക്രീനിലേക്ക് നോക്കിയിട്ട് ഞാൻ ഷോർട്ട് വെച്ചപ്പോൾ ഒരു എക്സ്പ്രഷൻ ഇട്ടു, ഞാൻ ഇത് ഷോർട്ട് ഫിലിം ചെയ്തിട്ടില്ല, ഇനി ഈ എക്സ്പ്രഷൻ കറക്റ്റ് ആവണമെങ്കിൽ ഞാൻ അവിടെ അത്രയും നന്നായി ചെയ്യണം. എനിക്ക് ചലഞ്ച് ആയിരുന്നു അത്. എനിക്ക് ചലഞ്ച് റോഡ് തരാത്തോണ്ട് ഞാൻ ആക്ച്വലി റൊണാൾഡോ ഒരു നല്ല മനുഷ്യനാണ്. അയാളുടെ എഴുത്തും അയാളുടെ ക്യാരക്ടറും അയാളുടെ എഴുത്തുകാരന്റെ ക്യാരക്ടറും തമ്മിൽ യാതൊരു സാമ്യമൊന്നും ഇല്ല. സമൂഹത്തിനോട് പറയാണ്, എഴുത്തുകാരന്റെ ക്യാരക്ടറിനെ പോലെ ഒന്നും ആയിരിക്കത്തില്ല. ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടില്ല. ചില ഇന്റർവ്യൂസിലൊക്കെ നമ്മളിങ്ങനെ കാണുമല്ലോ, അവര് വന്നു ഒരൊറ്റ സീനിൽ വന്നു അഭിനയിച്ചു തകർത്തു പോയി. നമ്മളെപ്പോലെ പുതിയ ആൾക്കാർ ഇതൊക്കെ കേൾക്കുമ്പോൾ പറയും എനിക്കും ചെന്ന് ഒറ്റ ടേക്കിൽ എടുക്കണം എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനല്ല. അതിന്റെ ചിലപ്പോൾ നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളൂല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും വിളിച്ചിട്ട് എടാ മറ്റു സംഭവം നീ ചെയ്തില്ല, അത് അടിപൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പോയിന്റിലൊക്കെ നമ്മൾ അങ്ങ് കയറി അങ്ങ് ആളി കത്താൻ തുടങ്ങും. നമ്മൾ ഭയങ്കര ഡൗൺ ആയിരിക്കുമ്പോഴത്തേക്കും ഒരാൾ വന്നിട്ട് നിങ്ങൾ ഇന്ന ആളല്ലേ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എങ്ങനെയായിരുന്നു, സെക്കൻഡ് ഹാഫ് എങ്ങനെയായിരുന്നു? ഈ പടത്തിന് അതില്ല. കാരണം ഓരോന്നും ജഡ്ജ് ചെയ്യും. ഓരോ 15 മിനിറ്റ് വെച്ചിട്ട് ആളുകൾ റിവ്യൂ ചെയ്യും എന്നറിയാമായിരുന്നു.